ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോ സെഷനിൽ നമ്മൾ എൻഡോസ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ് ഈ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്, ഈ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ഒരു പാർട്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിലും പ്രോമിസറി നോട്ടാണെങ്കിലും ചെക്ക് ആണെങ്കിലും അതൊക്കെ നമുക്ക് ട്രാൻസ്ഫറബിൾ ആണ്. എന്ന് പറഞ്ഞാൽ അതിലുള്ള മോണിറ്ററി വാല്യൂ നമുക്ക് ഒരു ട്രാൻസ്ഫറിലൂടെ നമ്മളൊരു വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിലൂടെ ഈസി ആയിട്ട് അതിൻ്റെ വാല്യൂ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് ട്രാൻസ്ഫറബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് എൻഡോസ്മെൻറ്റ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. The word endorsement under the Negotiable Instrument Act means the writing of one's name on the back of the instrument or any paper attached to it with the intention of transferring the rights therein. അതായത് എൻഡോസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ചെക്കിലോ പ്രോമിസറി നോട്ടിലോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലോ ഒക്കെ അതിൻ്റെ ബാക്കിൽ ഒരു ആളുടെ പേര് മെൻഷൻ ചെയ്ത് സൈൻ ചെയ്യുന്ന പ്രോസസ്സാണ്. വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ട്രാൻസ്ഫറിങ് ദാറ്റ് ഡോക്യുമെൻറ്റ് ഓർ ദ റൈറ്റ് ഓഫ് ദാറ്റ് ഡോക്യുമെൻറ്റ്. അതാണ് ശരിക്കും എൻഡോസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ചെക്ക് നമ്മൾ എൻഡോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകിൽ പേരെഴുതി, ആളുടെ പേരെഴുതി നമ്മൾ സൈൻ ചെയ്യുന്നതിനാണ് എൻഡോസ്മെൻ്റ് എന്ന് പറയുക. ദ പേഴ്സൺ ഹൂ എഫക്ട്സ് എൻ എൻഡോസ്മെൻ്റ് ഈസ് കോൾഡ് ദ എൻഡോസർ. ആരാണോ ഈ എൻഡോസ് ചെയ്യുന്നത് അയാളെ നമ്മൾ എൻഡോസർ എന്നും, ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ദി എൻഡോസ്മെൻ്റ് ഈസ് കോൾഡ് ദി എൻഡോസി. ആർക്കാണോ ഇത് കൈമാറ്റം ചെയ്യുന്നത്, ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളെ എൻഡോസി എന്ന പേരിൽ കൂടിയാണ് പറയുക. അപ്പോൾ എൻഡോസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ദ ബാക്ക് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്, ചെക്ക് ആണെങ്കിലും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിലും പ്രോമിസറി നോട്ട് ആണെങ്കിലും അതിൻ്റെ ബാക്കിൽ ഒരാളുടെ പേര് എഴുതി ആ എൻഡോസർ സൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്ക് എൻഡോസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്ഫറിങ് ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ്, ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ റൈറ്റ് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻഡോസ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പറയുന്നത് ബ്ലാങ്ക് ഓർ ജനറൽ എൻഡോസ്മെൻ്റ് ആണ്. It is a type of endorsement when the endorser just sign on the instrument without mentioning the name of the person in whose favor the endorsement is made. ആർക്കാണോ ഇത് എൻഡോസ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്, അയാളുടെ പേര് മെൻഷൻ ചെയ്യാതെ എൻഡോസർ ഒപ്പ് മാത്രം വെച്ച് നൽകുന്ന അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്ലാങ്ക് എൻഡോസ്മെന്റ് ഓർ ജനറൽ എൻഡോസ്മെന്റ് എന്ന് പറയാം. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ എ ബിൽ ഓർ നോട്ട്. ബിൽ ഓഫ് നോട്ട് എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ പ്രോമിസറി നോട്ടോ എൻഡോസ്ഡ് ഇൻ ബ്ലാങ്ക് ആൻഡ് ഇൻ വൺ പേയബിൾ ടു ബെയറർ. നമ്മൾ നേരത്തെ ബെയറർ ചെക്ക്, അതേപോലെ ബെയറർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ ആ തരത്തിലുള്ള ബെയറർ ചെക്കുകളൊക്കെ നമുക്ക് മിയർ ട്രാൻസ്ഫറിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, വേറൊരാൾക്ക് നിയർ ഡെലിവറിയിലൂടെ നമുക്ക് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ബ്ലാങ്ക് ചെക്ക്, ബ്ലാങ്ക് പ്രോമിസറി നോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ പിറകിൽ സൈൻ മാത്രമേ ചെയ്യുള്ളൂ. ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത് അയാളുടെ പേര് അവിടെ മെൻഷൻ ചെയ്യില്ല. അപ്പോൾ ഈ ബെയറർ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നതും ബ്ലാങ്ക് ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ബ്ലാങ്ക് എൻഡോസ്മെൻ്റ് എന്ന് പറയുന്നതും ഒരേപോലെ തന്നെയാണ്. ദർ ഇസ് നോ ഡിഫറൻസ്. ദെൻ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഓർ ഫുൾ എൻഡോസ്മെന്റ് ആണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് എൻഡോസ്മെന്റ് contains not only the signature of the endorser but also the name of the person in whose favor the endorsement is made. ബ്ലാങ്കിൻ്റെ നേരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ സ്പെഷ്യൽ ഓർ ഫുൾ എൻഡോസ്മെന്റിന്. ബ്ലാങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു സൈൻ മാത്രം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ സൈനിൻ്റെ കൂടെ ആർക്കാണോ ഇത് കൊടുക്കുന്നത് അയാളുടെ പേരും കൂടി അവിടെ റൈറ്റ് ചെയ്യും, അവിടെ എഴുതി വെക്കും. ആ ഇൻസ്ട്രുമെന്റിന്റെ പിറകിൽ ആർക്കാണോ കൊടുക്കുന്ന അയാളുടെ പേരും അതോടുകൂടി എൻഡോസറുടെ ഒപ്പും കൂടി വെക്കുന്ന സൈനും കൂടിയുള്ള
എൻഡോസ്മെൻറ്റ്. അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ ഓർ ഫുൾ എൻഡോസ്മെൻറ്റ് എന്ന് പറയാം. ഈ സ്പെഷ്യൽ എൻഡോസ്മെൻറ്റ് നടത്തിയിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചോ ചെക്കോ പ്രോമിസറി നോട്ടോ ഒക്കെ ആരാണോ എൻഡോസി എങ്കിൽ ആ എൻഡോസിക്ക് മാത്രമേ പിന്നീട് അതിനെ വീണ്ടും വീണ്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൂടി അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഫുൾ എൻഡോസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ബ്ലാങ്ക് എൻഡോസ്മെൻറ്റിൻ്റെ ഒരു ചെറിയ എക്സ്റ്റൻഷനാണ്. ബ്ലാങ്ക് എൻഡോസ്മെൻറ്റിൽ സിഗ്നേച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ എൻഡോസിയുടെ ആർക്കാണോ കൊടുക്കുന്നത് അയാളുടെ പേരും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത്രമാത്രമാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ദെൻ തേർഡ് എൻഡോസ്മെന്റ് എന്ന് പറയുന്നത് പാർഷ്യൽ ഓർ സെക്ഷണൽ എൻഡോസ്മെന്റ് ആണ്. When the endorser orders to pay only a part of the amount mentioned on the instrument, such endorsement is known as partial endorsement. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 5,000 റുപ്പീസിൻ്റെ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ ചെക്ക് 5,000 ആണ് അതിൻ്റെ ആ ഇൻസ്ട്രുമെൻറ്റിലുള്ള എമൗണ്ട്. ബട്ട് ദ എൻഡോസർ ഈസ് ട്രാൻസ്ഫേർഡ് ഓൺലി എ പാർട്ട് ഓഫ് ദാറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2,000 3,000 മാത്രമാണ് എൻഡോസിക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ എൻഡോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഡോക്യുമെൻറ്റിലുള്ള ഫുൾ എമൗണ്ട് ഒരിക്കലും എൻഡോസ് ചെയ്യുന്നില്ല, ഒരു പാർട്ട് മാത്രമാണ് എൻഡോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പാർഷ്യൽ ഓർ സെക്ഷണൽ എൻഡോസ്മെന്റ് എന്നാണ് പറയുക. നോർമലി ഇത്തരം ടൈപ്പിലുള്ള എൻഡോസ്മെന്റ് സച്ച് എൻ എൻഡോസ്മെന്റ് ഈസ് നോട്ട് കൺസിഡേർഡ് വാലിഡ്. ഇങ്ങനെ ഒരു പാർട്ട് ഓഫ് ദി എമൗണ്ട് മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നത് വാലിഡ് അല്ല എന്നുകൂടി ഇതിൻ്റെ കൂടെ ഓർത്തു വയ്ക്കുക. ദെൻ ഫോർത്ത് ടൈപ്പ് റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെന്റ് ആണ്. പേരിൽ തന്നെയുള്ളതുപോലെ ഫർദർ ഈ എൻഡോസിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെന്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ ആൾക്ക് വീണ്ടും ഇത് വേറെ ആർക്കെങ്കിലും എൻഡോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും വേർഡ്സ് ഈ എൻഡോസ്മെന്റിന്റെ സമയത്ത് എൻഡോസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെന്റ് ആവും. അതായത് when the endorser uses certain words to the effect which restricts the further negotiation of an instrument. അങ്ങനെ ചെയ്യുക. അപ്പോൾ when the endorser add words like pay the contents to കട്ടപ്പ only, ഒരാളുടെ പേര് പറഞ്ഞിട്ട് അയാൾക്ക് മാത്രമേ ഇത് എന്ത് ചെയ്യാവൂ, ഇതിലുള്ള എമൗണ്ട് കൊടുക്കാവൂ എന്ന് അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ the endosee cannot endorse the instrument further. എൻഡോസിക്ക് വീണ്ടും അതെന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള എൻഡോസ്മെന്റിനെയാണ് നമ്മൾ റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് ടൈപ്പ് കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോസ്മെന്റ് ആണ്. കണ്ടീഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടായാൽ മാത്രമേ ഈ എൻഡോസ്മെന്റ് വാലിഡ് ആകൂ എന്ന രീതിയിൽ ഒരു റൈറ്റിംഗ് എൻഡോസ്മെന്റിന്റെ സമയത്ത് എൻഡോസർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടീഷണൽ endorsement or qualified endorsement out, where the endorser puts his signature under such writing which makes the transfer of the title subject to fulfillment of some conditions or the happening of some events. It is a conditional endorsement. അതായത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ, ഇന്ന കാര്യം നടന്നാൽ മാത്രമേ ഇതിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ആകുള്ളൂ, അതല്ലെങ്കിൽ ഇന്ന ഇവന്റ് ഉണ്ടായാൽ മാത്രമേ ഇതിലുള്ള ടൈറ്റിൽ എൻഡോസിക്ക് കിട്ടുള്ളൂ എന്ന രീതിയിൽ ഒരു റൈറ്റിംഗ് കൂടി എഴുതിയിട്ടാണ് എൻഡോസർ സൈൻ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ കണ്ടീഷണൽ എൻഡോസ്മെന്റ് എന്നാണ് പറയുക. സിക്സ്ത് ടൈപ്പ് ഫാക്കൾട്ടേറ്റീവ് എൻഡോസ്മെന്റ് ആണ്. അതായത് എൻഡോസർ അയാളുടെ ചില റൈറ്റുകൾ ഗിവ് അപ്പ് ചെയ്യുന്ന, റൈറ്റുകൾ ഉപേക്ഷിക്കുന്ന തരത്തിൽ ചില വേർഡ്സ് എൻഡോസ്മെന്റിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ഫാക്കൾട്ടേറ്റീവ് എൻഡോസ്മെന്റ് എന്നാണ് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു എൻഡോസർക്ക് നോട്ടീസ് ഓഫ് ഡിസോണർ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ പ്രോമിസറി നോട്ടോ ചെക്കോ ഒക്കെ ഡിസോണർ ആവാന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ഡേറ്റിന് അതിനകത്ത് ക്യാഷ് കിട്ടാത്ത, എൻഡോസിക്ക് ക്യാഷ് കിട്ടാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ ഡിസോണർ ആവുക എന്ന് പറയും. അങ്ങനെ ഡിസോണർ ആയാലും എൻഡോസി തീർച്ചയായിട്ടും എൻഡോസർക്ക് ഒരു നോട്ടീസ് ഓഫ് ഡിസോണർ കൊടുക്കണം. അത് കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്, എൻഡോസർക്കുണ്ട്. പക്ഷെ നമ്മൾ ഈ എൻഡോസ്മെന്റ് നടത്തുന്ന സമയത്ത് തന്നെ ആ റൈറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വേർഡ് എൻഡോസർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനെ ഫാക്കൾട്ടേറ്റീവ്
എൻഡോഴ്സ്മെന്റ് എന്നാണ് അതിനെ പറയുക. അതായത് ആ എൻഡോഴ്സ്മെന്റിന്റെ സമയത്ത് തന്നെ ആ ഡോക്യുമെന്റിൽ നോ നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് നെസസറി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ അയാളുടെ ഒരു റൈറ്റ് അയാൾ ഉപേക്ഷിക്കുകയാണ്. അപ്പം അതിനെ ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് എന്നാണ് നമ്മൾ പറയുക. ദ ലാസ്റ്റ് ടൈപ്പ് സാൻസ് റിക്കോസ് എൻഡോഴ്സ്മെന്റ് ആണ്. സാൻസ് റിക്കോസ് എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഫാക്കൽറ്റേറ്റീവിൽ എൻഡോസർ അയാളുടെ റൈറ്റ് ആണ് ഗിവ് അപ്പ് ചെയ്യുന്നത്, റൈറ്റ് ആണ് ഉപേക്ഷിക്കുന്നതെങ്കിൽ ഇവിടെ എൻഡോസർ അയാളുടെ ലാബിലിറ്റി എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വേർഡ് എക്സ്പ്രസ് ചെയ്തിട്ടാണ് എൻഡോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ സാൻസ് റിക്കോസ് എന്നാണ് പറയുക. അതായത് ഇത് ഡിസോണർ ആയി കഴിഞ്ഞാൽ എനിക്ക് ബാധ്യത ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാഷ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഉത്തരവാദി അല്ല എന്ന് പറയുന്ന പോലെ, ശരിക്കും പറഞ്ഞാൽ ഫുൾ റിസ്ക്കും എൻഡോഴ്സിക്ക് നൽകുന്ന തരത്തിലുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ആണ് സാൻസ് റിക്കോസ് എന്ന് പറയുന്നത്. An endorser may be express word exclude his own liability thereon. അതായത് അതിൻ്റെ ആ എമൗണ്ട് ഇൻസ്ട്രുമെന്റിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിന്റെ കേസിൽ അത് ഡിസോണർ ആയി കഴിഞ്ഞാൽ, അത് കിട്ടാതിരുന്നാൽ അതിൽ എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന രീതിയിലാണ് എൻഡോസ് ചെയ്യുന്നത് എങ്കിൽ അത് സാൻ റിക്കോസ് ആണെന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെയും എൻഡോസ് ചെയ്യാം. ഫുൾ റിസ്ക്കും എൻഡോസ് തന്നെ ആരാണോ എൻ്റെ ഹോൾഡർ എങ്കിൽ ആ ഹോൾഡർ തന്നെ എടുക്കുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള എൻഡോസ്മെന്റ് നടക്കുക. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻഡോസ്മെന്റ്സ്. ഇപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്, ഇതൊക്കെ അതിൻ്റെ ഹോൾഡേഴ്സിന് വേറൊരാൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് എൻഡോസ്മെന്റ് എന്ന് പറയുന്നത്. എൻഡോസ്മെന്റ് ബ്ലാങ്ക് ആവാം, ഫുൾ ആവാം, പാർഷ്യൽ ആവാം, റെസ്ട്രിക്റ്റീവ് ആവാം, കണ്ടീഷണൽ ആവാം, ഫാക്കൽറ്റേറ്റീവ് ആവാം, സാൻസ് റിക്കോസ് എന്ന രീതിയിലാവാം.